കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. അതുപോലെ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ടീമുകളെക്കുറിച്ചും അതുപോലെ തന്നെ AFC ചാമ്പ്യൻസ് ലീഗ് ക്ലബ്ബുകളെ ഗ്രൂപ്പ് ഘട്ടവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾട്ടുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വിട്ടിട്ടെടുക്കാം. ഇപ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് ഡ്യൂറൻഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് ക്വാർട്ടർ ഫൈനലിലേക്ക് പോകുന്ന ടീമുകൾ എന്ന് പറഞ്ഞാൽ 2 ടീമുകളായിരിക്കും ഒരു ഗ്രൂപ്പിൽ നിന്ന് പ്രവേശിക്കുക, 1-2 സ്ഥാനക്കാർ. അതിൽ ഗ്രൂപ്പ് B, C, D ഈ ഗ്രൂപ്പ് Bയും Cയും Dയും ആണ് ഇപ്പം 1-ാം സ്ഥാനക്കാർ പ്രവേശിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ് ക്വാളിഫൈ ആയിരിക്കുന്നത് നോക്കാം. ആദ്യം ഗ്രൂപ്പ് B ആണ്. ഗ്രൂപ്പ് Bയിൽ ബംഗളൂരു FC ആണ് 1-ാം സ്ഥാനം കരസ്ഥമായിക്കൊണ്ട് ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് സിയിലേക്ക് നോക്കുകയാണെങ്കിൽ 1-ാം സ്ഥാനം കരസ്ഥമായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. വലിയൊരു ഗോൾ ഡിഫറൻസ് മാർജിനിലാണ് കയറിയിരിക്കുന്നത്. 2-ാം സ്ഥാനം സ്വന്തമായിക്കൊണ്ട് പഞ്ചാബ് മുഴുവൻ മത്സരവും കംപ്ലീറ്റ് ചെയ്ത് പഞ്ചാബും ബ്ലാസ്റ്റേഴ്സും ക്വാർട്ടറിലേക്ക് ഗ്രൂപ്പ് സിയിൽ നിന്ന് പ്രവേശിച്ചിട്ടുണ്ട്. ഗോൾ ഡിഫറൻസിൻ്റെ ബലത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് 1-ാം സ്ഥാനം കരസ്ഥമായിക്കൊണ്ട് ക്വാർട്ടറിലേക്ക് പ്രവേശിക്കുന്നത്. അടുത്തതായി ഗ്രൂപ്പ് ഡിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ടീമാണ് ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. മറ്റ് ഗ്രൂപ്പുകളുടെയും സെക്കൻഡ് പൊസിഷനുകളുടെയും ഒന്നും ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഡ്യൂറൻഡ് കപ്പിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ക്വാർട്ടർ ഫൈനലിൻ്റെ പ്രവേശനത്തിൻ്റെ ഒരു ഫോട്ടോ പിക്സ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇത്രയും ടീമുകൾ മാത്രമാണ് ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചതായിട്ട് അറിയാൻ സാധിക്കുന്നത്. ഇനി മത്സരങ്ങളുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത് ഈ മാസം 22-നാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് ആരോടെയാണെന്നോ ഇതുവരെ ഉറപ്പായിട്ടില്ല. ഈ മാസം 22-നാണെന്ന് മാത്രമേ അറിയാൻ സാധിച്ചിട്ടുള്ളൂ. അതും ഒഫീഷ്യൽ അല്ല എന്ന് കൂടി അറിയിക്കുകയാണ്. അടുത്തതായി പറയാനുള്ളത് AFC ചാമ്പ്യൻസ് ലീഗിനെ കുറിച്ചാണ്. AFC ചാമ്പ്യൻസ് ലീഗിലെ AFC ചാമ്പ്യൻസ് ലീഗ് ക്ലബ്ബുകളുടെ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഗ്രൂപ്പ് ഘട്ടങ്ങൾ ഫിക്സർ പുറത്തു വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിൽ മോഹൻ ബഗാനാണ് ISL നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഏക ടീമായി ഉൾപ്പെട്ടിരിക്കുന്നത്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ്. ഗ്രൂപ്പ് എയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഗ്രൂപ്പിൽ എയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ. മത്സരങ്ങൾ ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാൻ സാധിച്ചിട്ടില്ല. ഗ്രൂപ്പ് എയിലാണ് ഉൾപ്പെട്ടത് എന്ന് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. ബാക്കി ചില അപ്ഡേറ്റിലൊക്കെ മറ്റ് വീഡിയോകളിൽ ഉൾപ്പെടുന്നതായിരിക്കും. വീഡിയോ വേണ്ടിപ്പിക്കുകയാണ്. എവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.